കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 5th സെമസ്റ്റർ BA എക്കണോമിക്സുകാരുടെ ഫിസ്ക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്ന കോർ കോഴ്സിലെ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കാണാം. BA എക്കണോമിക്സ് 5th സെമസ്റ്ററിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റഡി ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഒരറിവും ചെറുതല്ല. ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അത് പഠിക്കാനുമുള്ള മനസ്സ് കാണിക്കുന്നതും വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സോ നമ്മൾ ബാക്ക് ടു നമ്മുടെ മൊഡ്യൂൾ 2ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണ്? ചെലവുകൾ അല്ലേ. അതായത് പൊതുവായിട്ടുള്ള ചെലവുകളെ കുറിച്ചിട്ടാണ്, ഗവൺമെൻറ്റിൻ്റെ ചെലവുകളെ കുറിച്ചിട്ടൊക്കെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിൽ പറയുന്നത്. Public expenditure means the money spent by the government to meet the needs of its citizens and improve their well-being. അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്ന മണിയാണ്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ സിറ്റിസൻസിൻ്റെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ വെൽബീയിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന മണിയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. In the past, people did not always think this was a good idea because they believed the free market was better for the economy. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മുൻപുള്ള ആളുകളൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ഫ്രീ മാർക്കറ്റിലാണ് ഒരു ഫ്രീ മാർക്കറ്റ് എക്കോണമിയാണ് അവർക്ക് ആവശ്യമുണ്ടായിരുന്നത്. ബട്ട് ഇൻ മോഡേൺ ടൈംസ് ഗവൺമെൻറ്റ്സ് റിയലൈസ്ഡ് they could not ignore issues like economic growth and fairness. So they started expending more to help people and the economy. അപ്പോൾ ആ ഒരു ഫ്രീ മാർക്കറ്റ് എക്കോണമിയിൽ നിന്നും ഒരു മോഡേൺ ടൈംസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് റിയലൈസ് ചെയ്യാണ് ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ലൈക്ക് എക്കണോമിക് ഗ്രോത്തും ഫെയർനെസ്സും ഒക്കെ വേണ്ടിയിട്ടുള്ള ഇഷ്യൂസിനൊക്കെ തന്നെ അതായത് ഒരുപാട് പ്രോബ്ലംസ് വരികയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവരെന്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു? പീപ്പിളിന് വേണ്ടിയിട്ടും എക്കോണമിക്ക് വേണ്ടിയിട്ടും മോർ മണി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഗവൺമെൻറ് സ്പെൻഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് പ്രൊവൈഡ് സർവീസസ് ദാറ്റ് മൈ നോട്ട് ബി അതർവൈസ് ബി അവൈലബിൾ ആൻഡ് ഇറ്റ് ഓൾസോ ക്രിയേറ്റ്സ് ഇൻകം ഫോർ പീപ്പിൾ ആൻഡ് ബിസിനസ്. When the government spends money on the things like defense, administration, development, it helps the economy to grow and create jobs. അതായത് ഇപ്പോൾ ഗവൺമെൻറ് അവരുടെ മണി സ്പെൻഡ് ചെയ്യുന്നത് ഡിഫൻസിനും അഡ്മിനിസ്ട്രേഷനും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിലാണെന്നുണ്ടെങ്കിലും അത് എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. സം ഗവൺമെൻറ് സ്പെൻഡിങ് ലൈക്ക് ഗിവിംഗ് മണി ടു പുവർ പീപ്പിൾ ഓർ ദോസ് ഹു സ്പെൻഡ് എ ലോട്ട് ഹു ക്യാൻ ഓൾസോ ബൂസ്റ്റ് ദ എക്കോണമി. അപ്പോൾ ഈ ഗവൺമെൻറ് ഇങ്ങനെ മണി സ്പെൻഡ് ചെയ്യുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ തന്നെ അവരുടെ പ്ലാനിങ് എല്ലാം നടക്കുന്നത് ബഡ്ജറ്റിലൂടെയാണ്. Despite the increase in government spending, it's still not fully understood how it affects things like employment, prices and income. Economists have mostly focused on taxation and the study of public spending is just starting to catch up. അപ്പോൾ ഇതാണ് നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇന്നത്തെ ഒരു എക്കോണമിയിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് കൂടി നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി 3 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡെവലപ്മെൻറ്റൽ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്. ചിലപ്പോൾ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് ചോദിക്കാം, ചിലപ്പോൾ നോൺ ഡെവലപ്മെൻറ്റൽ ചോദിക്കാം, ചിലപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ളൊരു കമ്പാരിസൺ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പറയാം. സോ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ റെഫേഴ്സ് ടു ദ മണി സ്പെൻഡ് ഓൺ തിങ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ, കൾച്ചർ, ഹെൽത്ത് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. അതായത് ഗവൺമെൻറ് മണി സ്പെൻഡ് ചെയ്യുന്നത് എഡ്യൂക്കേഷനും കൾച്ചറും ഹെൽത്തിനും എക്കണോമിക് ഗ്രോത്തിനും വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. This includes services like education, medical care, agriculture and infrastructure development. It also includes grants given to state governments for the development. അതായത് ഇതിൽ എന്തൊക്കെ സർവീസസ് ആണ് ഇൻക്ലൂഡഡ് ആവുന്നത്? എഡ്യൂക്കേഷനും മെഡിക്കൽ കെയറും അഗ്രികൾച്ചറും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് ഗ്രാൻറ്റ് കൊടുക്കുന്ന കാര്യവും ഈ ഒരു ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റിലുണ്ട്. സോ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ മീൻസ് സ്പെൻഡിങ് ഓൺ സർവീസസ് ദാറ്റ് ഹെൽപ്പ് ദ കൺട്രി ഗ്രോ ആൻഡ് ഇംപ്രൂവ്. അതായത് ഈ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കൺട്രി ഗ്രോ ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനുള്ള രീതിയിലുള്ള എക്സ്പെൻഡിച്ചേഴ്സാണ് ഇതൊക്കെ പറയുന്നത്. ഇനി എന്താണ് നോൺ ഗവൺമെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന്? സോ നോൺ ഗവൺമെൻറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ ദി അതർ ഹാൻഡ് കവേഴ്സ് തിങ്സ് ലൈക്ക് ഓഡിറ്റ്,
ടാക്സ് കളക്ഷൻ, കറൻസി മാനേജ്മെൻറ്റ്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ്, പെൻഷൻ ആൻഡ് ഡിഫൻസ് സ്പെൻഡിങ്. അതായത് ഈ നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഡെവലപ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണെന്ന്. ഈ നോൺ ഡെവലപ്മെൻറ്റിൽ പറയുമ്പോൾ നമുക്ക് ഈ ഓഡിറ്റും ടാക്സ് കളക്ഷനും അതുപോലെ കറൻസിയുടെ മാനേജ്മെൻറ്റും ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസും പെൻഷനും ഡിഫൻസ് സ്പെൻഡിങ്ങും ഇതൊക്കെയാണ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്ന കാര്യങ്ങൾ. These are often grouped under general services in the classification of public spending. അതുപോലെ നോൺ ഗവൺമെൻറ്റൽ എക്സ്പെൻഡിച്ചർ ഡസ് നോട്ട് ഡയറക്ട്ലി കോൺട്രിബ്യൂട്ട് ടു ദ കൺട്രീസ് ഗ്രോത്ത് ബട്ട് ഇറ്റ് ഈസ് നെസസറി ഫോർ ഇറ്റ്സ് ഫംഗ്ഷനിങ്. അതായത് ഈ നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് വലിയ കാര്യമായിട്ട് കോൺട്രിബ്യൂഷൻസ് ഒന്നും നടത്തുന്നില്ല, പക്ഷേ അതൊരു ഫംഗ്ഷൻ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. സോ ഇതാണ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെ കാറ്റഗറീസിലേക്കാണ് വരുന്നത്, ഏതൊക്കെ വിഭാഗങ്ങളിലാണ് മണി സ്പെൻഡ് ചെയ്യുന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പറയുന്നത് റീസൺസ് ഫോർ ദി ഗ്രോത്ത് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ്. പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഗ്രോത്തിനുള്ള റീസൺസ് എന്തൊക്കെയാണ്? സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, റൈസിംഗ് പ്രൈസസ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, റൂറൽ ഡെവലപ്മെൻറ്റ്, ഡിഫൻസ്, ഗ്രോയിങ് പോപ്പുലേഷൻ, അർബനൈസേഷൻ, എക്കണോമിക് സ്റ്റെബിലിറ്റി, വെൽഫെയർ, അഗ്രികൾച്ചർ. ഇങ്ങനെ ഒരു 10 പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഒരു 8 പോയിൻറ്റ്സ് ഒക്കെ തന്നെ പഠിച്ചു വയ്ക്കുക. എന്നിട്ട് ഇപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺസ് ഫോർ ഗ്രോത്ത് എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ചിലപ്പോൾ ഒരു 5 മാർക്ക് ക്വസ്റ്റിനൊക്കെ ആയിരിക്കും പബ്ലിക് എക്സ്പെൻഡിച്ചർ ചോദിക്കുക. അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണ്, അപ്പോൾ ഡെവലപ്മെൻറ്റിലും നോൺ ഡെവലപ്മെൻറ്റിലും ഒക്കെ എഴുതാൻ പറ്റും അതിനകത്ത്. അതുപോലെ ഇതിൻ്റെ റീസൺസ് എഴുതാൻ പറ്റും, ഇമ്പോർട്ടൻസ് എഴുതാൻ പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് അതിൽ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ മാത്രം എഴുതാന്നുള്ളതല്ല. സോ ഇതിൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പ്രൊമോട്ട്സ് ഇൻഡസ്ട്രി, ലീഡ്സ് ടു ബെറ്റർ ലീവ്സ്, ഹയർ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് മോർ പ്രൊഡക്ഷൻ. അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഗവൺമെൻറ് ഒരുപാട് ഇൻഡസ്ട്രീനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിൽ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള രീതിയിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഗവൺമെൻറ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. റൈസിംഗ് പ്രൈസസ്, price go up, so the government pays more for what it needs and raises salaries for the employees. അതായത് പ്രൈസ് റൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എല്ലാത്തിനും വില കൂടുന്നതിനൊപ്പം എംപ്ലോയീസിൻ്റെ സാലറീസും കൂടുന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞു വരുന്നത്. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ പറയണത് എക്സ്പാൻഡിങ് ദീസ് സിസ്റ്റംസ് കോസ്റ്റ് മണി എസ്പെഷ്യലി ഇൻ ലെസ് ഡെവലപ്ഡ് ഏരിയാസ്. അതായത് ഈ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൽ ഒരുപാട് മണി ഇൻവെസ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരുപാട് റൂറൽ ഏരിയാസ് കാര്യങ്ങളൊക്കെ തന്നെ ഡെവലപ്ഡ് ആയിട്ട് മാറുന്നുണ്ട്. ഇനി റൂറൽ ഡെവലപ്മെൻറ്റ് അത് കറക്റ്റായിട്ട് അതിൽ പറയാം. ഗവൺമെൻറ് ഇൻവെസ്റ്റ് ഇൻ ഇംപ്രൂവിങ് റൂറൽ ഏരിയാസ് ലൈക്ക് കമ്മ്യൂണിറ്റി പ്രോജക്ട്സ്. ഡിഫൻസിൻ്റെ കാര്യത്തിലും ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. വെപ്പൺസ് അതുപോലെ അതിലേക്ക് ഫണ്ട് കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഗ്രോവിങ് പോപ്പുലേഷൻ, മോർ പീപ്പിൾ മീൻസ് മോർ ചലഞ്ചസ് ലൈക്ക് ഫുഡ്, ജോബ് ആൻഡ് ഹൗസിംഗ്. അതായത് ഇപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടാനുള്ളൊരു കാര്യമാണ് പോപ്പുലേഷൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വളരെയധികം ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചർ നമുക്ക് കൂടുന്നുണ്ട്. സോ അർബനൈസേഷൻ, as more people move to cities, public spending increases to meet urban needs. ശരിയാണ്, അപ്പോൾ അർബനൈസേഷൻ കൂടുതലാണ്. അപ്പോൾ നമുക്കറിയാം മുംബൈ അതുപോലെ കൊച്ചി അല്ലെങ്കിൽ ഡൽഹി പോലുള്ള അങ്ങനത്തെ അർബനൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഒരുപാട് ആൾക്കാർ തിങ്ങിപ്പാർക്ക്, അതായത് ഒരുപാട് സിറ്റീസ്, മെട്രോപൊളിറ്റൻ സിറ്റീസ് കാര്യങ്ങളിലേക്കൊക്കെ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ അവിടെ അർബൻ നീഡ്സിലേക്ക് ഒരുപാട് എക്സ്പെൻഡിച്ചർ കൊടുക്കുന്നുണ്ട്. Economic stability. During tough times, government spends more to stabilize the economy. അതായത് എക്കോണമി സ്റ്റെബിലൈസ്ഡ് ആവാതിരിക്കുന്ന സമയങ്ങളിൽ, എക്കണോമി വളരെയധികം താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? എക്കോണമി സ്റ്റെബിലൈസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ എഴുതണം. വെൽഫെയർ, അതായത് ഗവൺമെൻറ് എയിംസ് ടു ഇംപ്രൂവ് സിറ്റിസൺസ് ലൈഫ്സ് ഓഫറിംഗ് ഹെൽത്ത് സർവീസസ്, ഹൗസിംഗ് ആൻഡ് ഫുഡ് സബ്സിഡീസ്. തൻ്റെ സൊസൈറ്റിയിലെ ആളുകളുടെ വെൽഫെയർ എന്ന് പറയുന്നത് ഗവൺമെൻറ് വളരെയധികം കാര്യമായിട്ട് നോക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ലൈഫ്സിനും അതുപോലെ തന്നെ ഹെൽത്ത് സർവീസസിലേക്കും ഹൗസിങ്ങിനും ഫുഡ് സബ്സിഡീസിലേക്കൊക്കെ തന്നെ ഓഫർ ചെയ്യുന്നത് പലതരത്തിലുള്ള, അതായത് അതെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടുന്നത്. അഗ്രികൾച്ചർ, in developing countries agriculture development is vital, so government spend on loans, research and support. അതായത് ഒരു ഡെവലപ്മെൻ്റ് ഉള്ള ഒരു കൺട്രിയിൽ അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ലോണുകളും റിസർച്ചിന് വേണ്ടിയിട്ടുള്ള റിസർച്ചിങ് എയ്ഡ്സും സപ്പോർട്ടും ആയിട്ടൊക്കെ തന്നെ ഒരുപാട് പബ്ലിക് എക്സ്പെൻഡിച്ചർ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റീസൺസ് ഫോർ ദി ഗ്രോത്ത് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്.
ഈ എക്സാമിന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് വാഗ്നേഴ്സ് ലോ ഓഫ് ഇൻക്രീസിങ് സ്റ്റേറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇത് പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഗ്രോത്തിനെ സഹായിക്കുന്ന തിയറീസാണ്, അത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. സോ അഡോൾഫ് വാഗ്നർ, എ ജർമ്മൻ എക്കണോമിസ്റ്റ്, ഫോർമുലേറ്റഡ് ദ ലോ ഓഫ് ഇൻക്രീസിങ് സ്റ്റേറ്റ് ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഒബ്സർവേഷൻ മെയിൻലി ഇൻ ജർമ്മനി. അതായത് അഡോൾഫ് വാഗ്നർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ എക്കണോമിസ്റ്റാണ് ഇപ്പോൾ ഈ ഒരു ഇൻക്രീസിങ് സ്റ്റേറ്റ് ആക്ടിവിറ്റീസിൻ്റെ ഒരു ലോ എന്നുള്ള രീതിയിൽ എടുത്തിട്ടുള്ളത്. ഇതിലെ പല ആക്ടിവിറ്റീസും ബേസ് ചെയ്തിട്ടുള്ളത് അതായത് ഓരോ സ്റ്റഡീസിലൂടെയും റിസർച്ചിലൂടെയാണല്ലോ ഓരോ തിയറീസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ജർമ്മനിയിൽ നടത്തിയ ശേഷമാണ് അയാൾ ഇങ്ങനൊരു ലോ എന്ത് പറയുന്നത് കൊണ്ടുവന്നിട്ടുള്ളത്. According to Wagner, there is a cause and effect relationship between economic growth and the expansion of the public sector. അതായത് വാഗ്നറിൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്കണോമിക് ഗ്രോത്തും പബ്ലിക് സെക്ടറും തമ്മിലുള്ള ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഹി ഒബ്സർവ്ഡ് ദാറ്റ് in progressive societies, both the central and the local governments tend to become more active over time. അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റീസ് എന്ന് പറയുന്നതിൽ സൊസൈറ്റിയിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും മോർ ആക്റ്റീവായിട്ട് വരാൻ തുടങ്ങി കുറച്ച് കാലങ്ങൾ കൊണ്ട്. ടേക്കിംഗ് ഓൺ ന്യൂ ടാസ്ക് ആൻഡ് പെർഫോമിങ് എക്സിസ്റ്റിംഗ് വൺസ് മോർ എഫിഷ്യൻ്റ്ലി. അതായത് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരും, പുതിയ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ പുതിയ പോളിസീസ് പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവരും, ഉള്ള എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ തന്നെ മോർ എഫിഷ്യൻ്റ് ആയിട്ട് നടത്തുകയും അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ പോയിന്റ്സ് ആയിട്ട് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിമ്പിളായിട്ടൊരു കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി വെക്കാനേ പറ്റുള്ളൂ. പക്ഷേ അത് പേപ്പറിലേക്ക് എഴുതുമ്പോൾ നമുക്ക് എക്കണോമിക് ടേംസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കോസ് ആൻഡ് എഫക്റ്റ് പോലുള്ള ടേംസ് കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. സോ ഒരു എക്കണോമിക് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഈ എക്കണോമിക് ടേംസ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ പേപ്പറിൽ. എന്നാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. വെറും കൺസെപ്റ്റ് മാത്രം എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഏറ്റവും ഷോർട്ടായിട്ടുള്ള പോയിന്റ്സ് ഇടാതെ അത്യാവശ്യം ഇങ്ങനെ ബ്രീഫാക്കി ഞാൻ കൊടുത്തിരിക്കുന്നത്. ഒരു കഥ പോലെ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് ഈ ടേംസ് കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് മൈൻഡിൽ വെക്കുക. സോ നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാഗ്നർ ബിലീവ്ഡ് ദാറ്റ് ദ ഗ്രോത്ത് ഓഫ് ദ ഗവൺമെൻറ് സെക്ടർ വാസ് എ നാച്ചുറൽ ഫീച്ചർ ഓഫ് ഇൻഡസ്ട്രിയലൈസിങ് എക്കണോമിക്സ്. അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് എക്കോണമി ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് മാറുമ്പോഴാണ്. As these economies developed and people's incomes increased, the government's role in this nation also expanded relative to overall economic activity. അതായത് ഒരു എക്കോണമി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ പീപ്പിളിൻ്റെ ഇൻകവും ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ റോൾ എന്ത് ചെയ്യാണ്, നേഷനിലേക്ക് അതായത് ആ കൺട്രിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യപ്പെടുകയാണ്. എന്തിന്, ഓവറോൾ എക്കണോമിക് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. ഹി ഡിവൈഡഡ് പബ്ലിക് സ്പെൻഡിങ് ഇൻ ടു 2 കാറ്റഗറീസ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വാഗ്നർ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സ്പെൻഡിങ് ഓൺ സെക്യൂരിറ്റി, ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. അതായത് ഒരു കൺട്രിയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇൻറ്റേർണലും എക്സ്റ്റേണലുമായിട്ടുള്ള സ്പെൻഡിങ്ങിനെ കുറിച്ചിട്ടാണ് ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് സ്പെൻഡിങ് ഓൺ കൾച്ചർ ആൻഡ് വെൽഫെയർ, ഇൻക്ലൂഡിങ് ഹെൽത്ത്, ട്രാൻസ്പോർട്ടേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് ബാങ്കിങ്. അതായത് കൾച്ചറിലും വെൽഫെയറിലും ഒക്കെ തന്നെ സ്പെൻഡ് ചെയ്യാം. അതായത് അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു പറഞ്ഞു, ഹെൽത്തും ട്രാൻസ്പോർട്ടേഷനും എഡ്യൂക്കേഷനും ബാങ്കിങ്ങും അങ്ങനത്തെയൊക്കെ. അപ്പോൾ സോ ഇതിൽ വാഗ്നർ രണ്ടായിട്ടാണ് പബ്ലിക് സ്പെൻഡിങ്ങിനെ അല്ലെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സ്പെൻഡിങ് ഓൺ സെക്യൂരിറ്റി, അതുപോലെ തന്നെ സ്പെൻഡിങ് ഓൺ കൾച്ചർ ആൻഡ് വെൽഫെയർ. In growing economics, spending on external security would rise due to need for more sophisticated defense measures, moving beyond simple aggression to prevention in advanced weaponry. അതായത് ഒരു ഗ്രോവിങ് എക്കോണമീനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉയർന്നു വരും. കാരണം നമ്മുടെ മറ്റുള്ള നേഷൻസിൽ നിന്നും ഒരുപാട് ഇപ്പോൾ ഒരു വാറിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവർ നമ്മുടെ അതിർത്തികളും ഒക്കെ പിടിച്ചടക്കാൻ പാകത്തിന് അങ്ങനെ ഒരുപാട് ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമുക്ക് ഡിഫൻസിലേക്ക് നമ്മൾ കൂടുതലായിട്ട് പബ്ലിക് സ്പെൻഡിങ് നടത്തേണ്ടതുണ്ട്. അതൊരു നമ്മുടെ ഒരു എക്സ്റ്റേണലും ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റീനെ സംബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. സോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവരിക, പോളിസീസ് കൊണ്ടുവരിക, അതുപോലെ തന്നെ ഒരുപാട് ആർമി ബേസ് ചെയ്ത് ഇറക്കുമ്പോൾ നല്ലൊരു ആർമി ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. സിമിലർലി സ്പെൻഡിങ് ഓൺ ഇൻറ്റേർണൽ സെക്യൂരിറ്റി വുഡ് ഇൻക്രീസ് എക്കണോമിക് ഇൻട്രാക്ഷൻസ് ആൻഡ് അർബനൈസേഷൻ ക്രിയേറ്റഡ്
മോർ ടെൻഷൻസ് ദാറ്റ് റിക്വയർഡ് ഗവൺമെൻറ്റ്സ് ഇൻ്റർവെൻഷൻ. അതായത് ഇപ്പോൾ ഇൻറ്റേർണൽ സെക്യൂരിറ്റീനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അർബനൈസേഷൻ കൂടിയത് കൊണ്ടും അതുപോലെ എക്കണോമിക് ഇൻട്രാക്ഷൻസ് കൂടിയത് കൊണ്ട് തന്നെ ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസ്, അതായത് കടന്നുകയറ്റ അല്ലെങ്കിൽ കൈകടത്തലുകൾ ഒരു സൊസൈറ്റിയിൽ ആവശ്യമാണ്. അവരുടെ ഒരു സൊസൈറ്റിയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ഇൻ്റർവെൻഷൻസ്, അതായത് ഈ കൈകടത്തലൊക്കെ തന്നെ ആവശ്യമാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ വാഗ്നറിൻ്റെ ലോ ഓഫ് ഇൻക്രീസിങ് സ്റ്റേറ്റ് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു കഥ പോലെ ഇപ്പോൾ മനസ്സിലായില്ലേ? According to Wagner's law, public expenditure tends to increase mainly for three main reasons. അതായത് വാഗ്നറിൻ്റെ ലോ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ടെൻസ് കൂടുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. അതായത് എക്സ്പാൻഷൻ ഓഫ് ട്രഡീഷണൽ ഫങ്ഷൻസ്, കവറേജ് ഓഫ് ന്യൂ ഫങ്ഷൻസ്, എക്സ്പാൻഡിങ് സ്ഫിയർ ഓഫ് പബ്ലിക് ഗുഡ്സ്. എക്സ്പാൻഷൻ ഓഫ് ട്രഡീഷണൽ ഫങ്ഷൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രഡീഷണൽ ഗവൺമെൻറ്റ്സ് ഉണ്ടല്ലോ, അതിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഡിഫൻസ്, മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ, അതുപോലെ തന്നെ സോഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു സൊസൈറ്റിക്ക് വേണ്ട രീതിയിൽ ഗ്രോൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്കോപ്പും കോംപ്ലക്സിറ്റി കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവരിക. ഇതൊക്കെയാണ് നമ്മുടെ ട്രഡീഷണൽ ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഡിഫൻസ് സ്പെൻഡിങ് has increased due to advancement in military technology, shifting from simple aggression to more advanced warfare techniques. സോ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിഫൻസിലേക്ക് കൂടുതൽ സ്പെൻഡിങ് വരികയാണ്. അതായത് മിലിറ്ററിയുടെ ടെക്നോളജിയിലേക്കും അഡ്വാൻസ്മെൻറ്റിലേക്കും അതുപോലെ തന്നെ വാർഫെയർ ആയിട്ടുള്ള ടെക്നിക്സിലേക്കൊക്കെ തന്നെ വരുമ്പോൾ അവിടെ എന്താണ് ഒരു ഗ്രോത്ത് ഉണ്ടാവുകയാണ്. ദിസ് ഇൻക്ലൂഡ് സ്പെൻഡിങ് ഓൺ പേഴ്സണൽ എക്യുപ്മെൻറ്റ്സ് ആൻഡ് മെയിൻ്റനൻസ്. അതായത് ഒരുപാട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരിലേക്കും എക്യുപ്മെൻറ്റ്സിലേക്കും അതിൻ്റെ മെയിൻ്റനൻസിലേക്കൊക്കെ തന്നെ ഒരുപാട് പബ്ലിക് സ്പെൻഡിങ്സ് വരികയാണ്. Similarly, expenses related to internal protection and administration have also risen as government activities have expanded into various areas. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം തന്നെ, പക്ഷേ ഇതാണ് ഒരു റീസൺ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ റീസൺ ഇതാണ് പറയുന്നത്. അടുത്തത് കവറേജ് ഓഫ് ന്യൂ ഫങ്ഷൻസ്. ഗവൺമെൻറ്റ്സ് ഹാവ് എക്സ്പാൻഡഡ് ദെയർ റോൾ ബിയോണ്ട് ട്രഡീഷണൽ ഫങ്ഷൻസ്. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ട്രഡീഷണൽ ഫങ്ഷൻസിൽ നിന്നും ബിയോണ്ട് ആയിട്ട് അതിൽ നിന്നും അപ്പുറത്തേക്ക് വരികയാണ്. ഇനീഷ്യലി ദിയർ ഫോക്കസ് വാസ് ഓൺ ഡിഫൻസ്, ജസ്റ്റിസ്, ലോ എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഒരു ഇനീഷ്യലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോക്കസ് വരുന്നത് ആദ്യം ഡിഫൻസിലേക്കും പിന്നീട് ജസ്റ്റിസിലേക്കും ലോ എൻഫോഴ്സ്മെൻറ്റിലേക്കും അതുപോലെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിലേക്കും ഒക്കെയാണ്. ഹൗവർ എ സൊസൈറ്റി ഹാസ് become more aware of government's responsibilities, it has taken on new functions related to social welfare. This includes spending on education, public health, affordable housing, അതുപോലെ subsidized food, agriculture support, pensions and such benefits. അതായത് ഇപ്പോൾ ആളുകളൊക്കെ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ഫങ്ഷൻസിലേക്ക്, അതായത് സോഷ്യൽ വെൽഫെയറിൻ്റെ എന്നുള്ള രീതിയിലേക്ക് ഗവൺമെൻറ് ഇറങ്ങാൻ തുടങ്ങി. അതിലാണ് നമ്മൾ പറഞ്ഞത് എഡ്യൂക്കേഷനും പബ്ലിക് ഹെൽത്തും അഫോർഡബിൾ ഹൗസിങ്ങും അതുപോലെ ഫുഡ്, അഗ്രികൾച്ചർ സപ്പോർട്ട്, പെൻഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നത്. അടുത്തത് എക്സ്പാൻഡിങ് സ്ഫിയർ ഓഫ് പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നുണ്ട്. ഒരു മോഡേൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഉള്ള സ്ഥലത്ത് എന്ന് പറയുന്നത് റെക്കഗ്നൈസ് ദ നീഡ് ടു പ്രൊവൈഡ് പബ്ലിക് ഗുഡ്സ് ആൻഡ് മെറിറ്റ് ഗുഡ്സ്. അവിടെ പബ്ലിക് ഗുഡും മെറിറ്റ് ഗുഡും ഒക്കെ തന്നെ കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ അത്യാവശ്യമാണ്. ദീസ് ആർ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ബെനഫിറ്റ് സൊസൈറ്റി ആസ് എ വോൾ, ലൈക്ക് ഇറിഗേഷൻ പ്രൊജക്ട്സ്, പബ്ലിക് പാർക്സ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് പബ്ലിക് ഗുഡ്സ് ആൻഡ് മെറിറ്റ് ഗുഡ്സ് എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ കുറേ പ്രൊജക്ട്സിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതായത് പബ്ലിക് പാർക്കുകൾ വരുന്ന കാര്യം, എഡ്യൂക്കേഷൻ വരുന്ന കാര്യം, ഹെൽത്ത് കെയർ വരുന്ന കാര്യം, എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ വരുന്ന കാര്യമൊക്കെ തന്നെ. സോ ഗവൺമെൻറ്റ്സ് ഇൻവെസ്റ്റ് ഹെവിലി ഇൻ ദീസ് ഏരിയാസ് ടു എൻഹാൻസ് ദ വെൽ ബീയിങ് ഓഫ് ദ സിറ്റിസൺസ് ആൻഡ് ടു ബൂസ്റ്റ് ദ എക്കോണമി. ഒരു എക്കോണമീനെ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ സിറ്റിസൺസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടും ഇങ്ങനത്തെ പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവരുന്നു. അങ്ങനെയും പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടാം എന്നാണ് അക്കോർഡിംഗ് ടു വാഗ്നേഴ്സ് ലോയിൽ പറയുന്നത്. ഇനി വാഗ്നറിൻ്റെ ഈ ഒരു ഹൈപ്പോതെസിസ് നമുക്കൊരു ഡയഗ്രാമാറ്റിക് ഫോമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കാണുന്നത്. അതായത് റിയൽ പെർ ക്യാപിറ്റ ഔട്ട്പുട്ട് ഓഫ് പബ്ലിക് ഗുഡ്സ് എത്രയാണെന്നുള്ള രീതിയിലും അതിനുശേഷം റിയൽ പെർ ക്യാപിറ്റ ഇൻകത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ PG1 എന്ന് പറയുന്നതും PG2 എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. സോ ക്ലാസ് കേട്ടുകൊണ്ട് നോട്ട് എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയഗ്രാം ഒന്ന് വരച്ച് വയ്ക്കുക. ഇനി നമുക്ക് ഇതിന് ശേഷം ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. വെർട്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു ഗ്രാഫിലെ ലൈൻ എന്ന് പറയുന്നത് ഷോ ഹൗ മച്ച് ദ ഗവൺമെൻറ് സ്പെൻഡ് ഓൺ തിങ്സ് ലൈക്ക് സ്കൂൾസ് ആൻഡ് ഹോസ്പിറ്റൽസ്. നമ്മൾ പറഞ്ഞ പോലെ എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറിലേക്കൊക്കെ തന്നെ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അത് ഹൊറിസോണ്ടലായിട്ട് വരുന്ന ആ ലൈനിൽ ഷോ ചെയ്യുന്നത്
കൺട്രിയുടെ ഷോ ഹൗ റിച്ച് ദ കൺട്രി ഈസ് ഗെറ്റിംഗ് ഓവർ ടൈം എന്നാണ്. അതായത് ഒരു ഗ്രോത്ത് ആണ് അതിൽ പറയുന്നത്. ഇതിൽ PG1 എന്ന് പറയുന്നതിൽ ദിസ് ലൈൻ ഈസ് ലൈക്ക് എ റൂൾ ദാറ്റ് സീസ് ദ ഗവൺമെൻറ് ഓൾവേസ് സ്പെൻഡ് ദ സെയിം എമൗണ്ട് കമ്പയർഡ് ടു ഹൗ rich countries. So if the country gets richer, the government spending on things like schools, hospitals stays the same proportion. അതായത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നമ്മൾ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്. സോ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പെർ ക്യാപിറ്റൽ ഇൻകത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ചേഞ്ചസ്, ഒരു ഗവൺമെൻറ്റിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുമ്പോഴും പക്ഷേ ഒരു ഗവൺമെൻറ്റിൽ സ്പെൻഡ് ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്കൂൾസ്, ഹോസ്പിറ്റൽസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അതൊക്കെ തന്നെ സ്റ്റേ ദ സെയിം പ്രപ്പോർഷൻ എന്നാണ് പറയുന്നത്. അതിൽ PG2 എന്ന് പറയുന്ന ലൈൻ പറയുന്നത് ദിസ് ഈസ് വാട്ട് വാഗ്നർ ടോക്ക്ഡ് അബൌട്ട്. അപ്പോൾ നമ്മൾ വാഗ്നർ എന്താണ് പറഞ്ഞത് എന്നാണ് PG2 പറയുന്നത്. എലോങ് ദിസ് ലൈൻ ദ ഗവൺമെൻറ് സ്പെൻഡ് മോർ ആൻഡ് മോർ ആസ് ദ കൺട്രി ഗെറ്റ് റിച്ചർ. അതായത് ഒരു കൺട്രി റിച്ചർ ആവുകയാണ് അല്ലെങ്കിൽ കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്ത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാണ്, വെൻ ദ കൺട്രി ബിക്കംസ് വെൽത്തിയർ ദ ഗവൺമെൻറ് സ്പെൻഡ് എ ബിഗ്ഗർ ഷെയർ ഓൺ ദിസ് ലൈക്ക് സ്കൂൾസ് ആൻഡ് ഹോസ്പിറ്റൽസ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഒരുപാട് മണി കാര്യങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ പറയാം ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അതെല്ലാം തന്നെ നമ്മൾ പറഞ്ഞ പോലെ സ്കൂൾസ്, അതായത് ഹെൽത്ത് കെയറിലേക്കും എഡ്യൂക്കേഷനിലൊക്കെ തന്നെ ആ സെക്ടേഴ്സിലൊക്കെ തന്നെ ഒരുപാട് മണി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. So the Wagner's idea is that countries grow and get richer. The government tends to spend more on public services because people want better things like education and health care. സോ നമ്മളിതിൽ PG1 PG2 ആണ് പറയുന്നത്. PG എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അതായത് അതിൻ്റെ ഒരു പ്രപ്പോർഷനിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷേ PG2 എന്ന് പറയുന്നതാണ് നമ്മുടെ വാഗ്നറിന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വാഗ്നേഴ്സ് ലോ ആണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് വാഗ്നറിൻ്റെ ഹൈപ്പോത്തിസിസിൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഈ തിയറിക്ക് ഒരുപാട് ക്രിറ്റിസിസംസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ്, ലാക്ക് ഓഫ് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ്. അതുപോലെ ലാക്ക് ഓഫ് കോംപ്രിഹെൻസീവ് ഫ്രെയിം വർക്ക്, ഡിഫറെൻറ്റ് വ്യൂസ് ഓൺ ഗവൺമെൻറ്, നെഗ്ലേറ്റീവ് ദ ഇമ്പാക്റ്റ് ഓഫ് വാർ, ലോങ് ടേം ഫോക്കസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു തിയറിയുടെ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. തിയറിയുടെ ക്രിറ്റിസിസം ഒന്ന് നന്നായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ കഴിഞ്ഞ സെമ്മിലൊക്കെ നമ്മളിപ്പോൾ QT കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോഴും ചെറിയ ചെറിയ ടാസ്കുകൾ ഞാൻ തരാറുണ്ട്. ഒത്തിരി സ്റ്റുഡൻസ് അതിന് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ തരുന്ന ഒരു ചെറിയൊരു ടാസ്ക്കാണ്. ഇതിൻ്റെ ക്രിറ്റിസിസംസ് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ, ഇപ്പോൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ മാത്രം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റിലിടാം. അതായത് 1-2 പോയിൻറ്റ്സ് ആയിട്ട് ഇട്ടാലും മതി. വീഡിയോ കാണുന്നവർ എന്തായാലും കമൻറ്റ് ബോക്സ് കൂടി നോക്കാറുണ്ട്. സോ എന്തായാലും എല്ലാവർക്കും കുറച്ചുകൂടി യൂസ്ഫുൾ ആവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള പോയിന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ കൂടി ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്യാനോൺസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണിത്. കാരണം ഒരു 5 മാർക്ക് ക്വസ്റ്റനോ അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റനൊക്കെ ചോദിക്കാവുന്ന ഒന്നാണ് ക്യാനൺ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ കൂടിയാണിത്. ദ ക്യാനൺ ഓഫ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്, അതായത് പ്രിൻസിപ്പിൾ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് കൂടി തന്നെ പറയാം. ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആർ ലൈക്ക് എ ഫണ്ടമെൻ്റൽ റൂൾസ് ദാറ്റ് ഗൈഡ് ഹൗ ഗവൺമെൻറ് സ്പെൻഡ് ഇറ്റ്സ് മണി. അതായത് ഒരു ഫണ്ടമെൻ്റൽ റൂളാണ് ഈ ക്യാനൺ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ ഗവൺമെൻറ് എങ്ങനെ മണി സ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൂൾസ് ആണ്, അല്ലെങ്കിൽ ഒരു ഗൈഡാണ് എന്ന് പറയാം. ദേ ഹെൽപ്പ് ഡിറ്റർമൈൻ വെദർ ദ സ്പെൻഡിങ് ഈസ് എഫക്റ്റീവ് ആൻഡ് അപ്രോപ്രിയേറ്റ്. അതായത് ഈ ക്യാനൺസ് ആണ് എന്ന് പറയുന്നത് ഈ ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, അതിൻ്റെ സ്പെൻഡിങ് എന്ന് പറയുന്നത് എഫക്റ്റീവും അപ്രോപ്രിയേറ്റുമാണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇനി ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻസ് ആണ് കൊടുക്കുന്നത്. ക്യാനൺ ഓഫ് ബെനിഫിറ്റ് എന്താണ്, ക്യാനൺ ഓഫ് എക്കോണമി എന്താണ്, ക്യാനൺ ഓഫ് സാങ്ഷൻ എന്താണ്, ക്യാനൺ ഓഫ് സർപ്ലസ് എന്താണ്, അഡീഷണൽ ആയിട്ട് പറയുന്നതുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു 4 കാര്യങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കാം. ക്യാനൺ ഓഫ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ദിസ് റൂൾ സേസ് ദാറ്റ് പബ്ലിക് സ്പെൻഡിങ് ഷുഡ് ബെനിഫിറ്റ് സൊസൈറ്റി ആസ് എ വോൾ. അതായത് ഒരു സെലക്റ്റഡ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പീപ്പിളിന് വേണ്ടിയിട്ടല്ല, ഇത് സൊസൈറ്റീനെ മൊത്തത്തിൽ വേണ്ടിയിട്ട് ഈ പബ്ലിക് സ്പെൻഡിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ബെനിഫിറ്റ് ആണോ എന്നാണ് അതിൽ ചോദിക്കുന്നത്. അപ്പോൾ ക്യാനൺ ഓഫ് ബെനിഫിറ്റ്, അതായത് സൊസൈറ്റിയുടെ ബെനിഫിറ്റ് ആണ് അതിൽ പറയുന്നത്. ക്യാനൺ ഓഫ് എക്കോണമീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ക്യാനൺ എംഫസൈസ് ദാറ്റ് ദ ഗവൺമെൻറ് ഷുഡ് ബി കെയർഫുൾ നോട്ട് ടു വേസ്റ്റ് മണി. അതായത് മണി വേസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല, അത് നന്നായിട്ട് കെയർഫുൾ ആയിട്ട് നോക്കണം. ഇറ്റ് ഷുഡ് സ്പെൻഡ് വൈസ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അതായത് വൈസായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും വേണം ഈ ഒരു മണി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ക്യാനൺ ഓഫ് സാങ്ഷനിൽ പറയുന്നത് നോ മണി ഷുഡ് ബി സ്പെൻഡ് ബൈ ദ ഗവൺമെൻറ് വിതൗട്ട് പ്രോപ്പർ അപ്രൂവൽ ഫ്രം ദി ഓതറൈസ്ഡ് പീപ്പിൾ.
അതായത് ഗവൺമെൻറ് ഇപ്പോൾ ഒരു മണി സ്പെൻഡ് ചെയ്യുന്നത് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള അപ്രൂവൽ വന്ന ശേഷം മാത്രമാണ്. അത് ഓതറൈസ്ഡ് പീപ്പിൾ ഉണ്ടാവും. ഇപ്പോൾ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഓരോ പ്രൊജക്റ്റിനും പോളിസിക്കും കാര്യങ്ങൾക്കൊക്കെ ഓതറൈസ്ഡ് ആയിട്ടുള്ള പീപ്പിൾ ഉണ്ടാവും, ഓഫീസേഴ്സ് ഉണ്ടാവും. അവരുടെ നിന്നൊക്കെ അപ്രൂവ് വന്ന ശേഷം മാത്രമാണ് ഈ ഒരു പൈസ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ക്യാനൺ ഓഫ് സർപ്ലസ് ഇത് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അതായത് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. എന്താണ് ക്യാനൺ ഓഫ് സർപ്ലസ് എന്ന് പറയുന്നത്? ദിസ് ക്യാനൺ സജസ്റ്റ് ദാറ്റ് ദ ഗവൺമെൻറ് ഷുഡ് അവോയ്ഡ് സ്പെൻഡിങ് മോർ മണി ദാൻ ഇറ്റ് ഹാസ്. അതായത് ഇപ്പം നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 കോടി ഉണ്ടെന്ന് വിചാരിക്കുക. ആ 50 കോടിയിൽ നമുക്ക് ചിലവാക്കേണ്ടത് 51 കോടിയാണെന്നുള്ള രീതിയിൽ എടുത്താലോ, അങ്ങനെ നമുക്ക് ഉള്ളതിനേക്കാളും കൂടുതലായിട്ടുള്ളൊരു മണി ചിലവാക്കാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് എയിം ടു ബാലൻസ് ഇറ്റ്സ് ബഡ്ജറ്റ്. അതായത് ബഡ്ജറ്റ് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്യാനൺ ഓഫ് സർപ്ലസ് എന്ന് പറയുന്ന പ്രിൻസിപ്പളിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ആൻ ഇൻഡിവിജ്വൽ ഡസ്. അതായത് നമ്മളൊരു വീട്ടിൽ നമുക്ക് ജോലി ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാസം ഒരു 30,000 25,000 അല്ലെങ്കിൽ 40,000 ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 50,000 ഉള്ള ചിലവ് വരുത്തി വെക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബഡ്ജറ്റ് നല്ല വൃത്തിക്ക് കൊണ്ടുപോകും. അതാണ് അതിൽ പറയുന്നത്. ഇറ്റ് ക്യാൻ ബോറോ മണി ബട്ട് ഇറ്റ് മസ്റ്റ് ഹാവ് ഇനഫ് ഇൻകം ടു പേ ബാക്ക് ലോൺസ് വിത്ത് ഇൻട്രസ്റ്റ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പൈസ തികയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലോൺ എടുക്കും. അപ്പോൾ ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാനുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റോട് കൂടിയ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുമെന്ന് അതിന് ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും ഇപ്പോൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കാനൊക്കെ പറ്റും. പക്ഷേ ലോൺ എടുത്തിട്ട് ഈ പൈസ ചിലവാക്കുന്ന സമയത്ത് അത് തിരിച്ചെടുക്കാനുള്ള ഇൻകം കൂടി തൻ്റെ കയ്യിലുണ്ടെന്ന് ഗവൺമെൻറ് മനസ്സിലാക്കണം. അതാണ് ഇപ്പോൾ ക്യാനൺ ഓഫ് സർപ്ലസിൽ പറയുന്നത്. ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക, നന്നായിട്ട് എഴുതുക.